ഹായ് നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ 1988 മലയാള സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമ 1988 ഇറങ്ങിയ മലയാള സിനിമകളും അതുമായിട്ടൊരു അവലോകനം, എൻ്റെ ഇഷ്ടം ആണ് ഞാൻ പറയണത്. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഒരുവിധം 90% സിനിമകളും കാണും. ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ സിനിമകളും നമുക്ക് കാണാൻ സാധിക്കാറില്ല. ജീവിതം തിരക്കും കാര്യങ്ങളൊക്കെ. അന്ന് ചെറുപ്പമായിരുന്നു കൊണ്ട് പഠിക്കുന്ന കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് എല്ലാ സിനിമയും കാണും. 2, 3, 4 പ്രാവശ്യമൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ കാണുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്, അതായത് പുതിയ കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കാരണം പുതിയ സിനിമകളെക്കുറിച്ചുള്ള പുതിയ സിനിമകളൊന്നും ഇല്ല. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ പുതിയ സിനിമ, അതായത് തമിഴ് സിനിമ അമരൻ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ധനുഷും ചേർന്നുള്ള സിനിമ ആക്ഷൻ മൂവിയാണെന്ന് പറയുന്നു. ഗംഭീര സംഭവമാണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഏകദേശം ഒരു മാസത്തിന് മുകളിൽ ഡേറ്റ് 30 ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് 1988 കാലഘട്ട സിനിമയെക്കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാം. അതിലാദ്യം തന്നെ പറയാനുള്ളത്, ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അതിഗംഭീര സിനിമയാണ്. അതിൽ മമ്മൂട്ടി അല്ല നായകൻ, മോഹൻലാലല്ല നായകൻ. അതിലെ നായകനില്ല സിനിമയിൽ, നായികയാണുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര നായിക. സിനിമയുടെ പേര് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമ? എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ്. കമലിൻ്റെ സിനിമയാണ്. ചെറിയൊരു സിനിമയാണ്. ശ്രീരാമൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മറക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ആ സിനിമ അടുത്ത് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ പറയണം. അതേപോലത്തെ അതിൽ അഭിനയിച്ചൊരു കുട്ടി, ബാലതാരമായിട്ട് അഭിനയിച്ച കുട്ടി, ആളുടെ പേര് ഓർമ്മയില്ല. അന്ന് മുരളി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതിഗംഭീര കഥാപാത്രമായിരുന്നു. ആ സിനിമ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. രേവതി എന്ന ചെറുപ്പത്തിലെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയിട്ട്, അത് ശ്രീരാമൻ വിഷക്കാരനായി വന്ന് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ നെന്നങ്ങാടികൾ എന്താ പറയുക, ഭിക്ഷാടനക്കാരുടെ കയ്യിൽ പെട്ടിട്ട് ആ കുട്ടി ഒരിക്കൽ അവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നതും. ശോഭനയാണെന്ന് തോന്നുന്നുണ്ട് ചേച്ചിങ്ങട് ആയിട്ട് അഭിനയിച്ചുള്ളത്. അത്രയും ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീര സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളിൽ ഒന്നാണ്. ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണണം. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഗംഭീര പാട്ടുകൾ, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി നായർ ഒക്കെ നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നു. ഗംഭീര സിനിമ. അടുത്ത സിനിമ മമ്മൂക്ക നായകനായിട്ട് സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് വിചാരണ എന്ന സിനിമ. ബെസ്റ്റ് സിനിമയാണ്. നല്ലൊരു സിനിമയായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ്. മമ്മൂക്കയും ശോഭനയും നെടുമുടി വേണൊക്കെയാണ് അഭിനയിക്കുന്നത്. ലാസ്റ്റ് ട്രാജഡിയാണ്. അതൊരു വലിയൊരു വിഷമമുള്ളൊരു സിനിമയാണ്. ആ സിനിമയുടെ ലാസ്റ്റ് ഭാഗം നമുക്ക് കണ്ടാൽ ഭയങ്കരമായിട്ട് ഫീലാവും. കാരണം മമ്മൂക്ക മരിക്കുന്നൊരു സ്റ്റോറിയാണ്. അതായത് മമ്മൂക്കയും ശോഭനയും തമ്മിലുള്ള കഥാപാത്രം, അവർ തമ്മിലുണ്ടായിരുന്ന കുറേ വീട്ടിലെ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ, അങ്ങനെ തെറ്റിദ്ധാരണയൊക്കെ മാറി ശരിയാണെന്ന്, അതായത് മമ്മൂക്കയുടെ കയ്യിൽ തെറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും, അതായത് മമ്മൂക്ക ഒരു കേസ് ചെയ്യണതാണ്. അത് അവർക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ശോഭന തെറ്റിദ്ധരിക്കും, മമ്മൂക്കയ്ക്ക് അവരായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അങ്ങനെ അതല്ല എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും മമ്മൂക്ക ആത്മഹത്യ ചെയ്യുന്നൊരു സിനിമയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അതിഗംഭീര സിനിമയാണ്. പക്ഷേ ആ സിനിമ തിയേറ്ററുകളിൽ വമ്പൻ വിജയമൊന്നും നേടിയില്ല. ഏവറേജ് വിജയത്തിൽ ഒതുങ്ങി. എന്തായാലും എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു വിചാരണ. അടുത്ത സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. നിങ്ങൾ പലരും മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാൻസായിട്ടുള്ള ആളുകൾ പോലും കാണാത്ത ചിലപ്പോൾ സിനിമയായിരിക്കും. എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ ജനറേഷനിലുള്ളവർ. പക്ഷേ നിങ്ങൾ ഈ സിനിമ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഈ സിനിമ നിങ്ങൾ യൂട്യൂബിലോ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂക്ക അരവിന്ദൻ എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ജോഷി സംവിധാനം ചെയ്തൊരുക്കിയ, ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയ, മമ്മൂക്ക നായകനായിട്ട് വന്നുള്ള സിനിമയാണ്. അതായത് എന്താ പറയുക, ഒരു നക്സലൈറ്റുകാരൻ്റെ സിനിമയാണ്. നക്സലൈറ്റായിട്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്ന കഥാപാത്രം. അതായത് തെറ്റ് എവിടെയെങ്കിലും കണ്ടെത്തിയാൽ പിന്നെ ആ ആളെ തീർക്കുന്ന ഒരു രീതിയാണ് നക്സലൈറ്റ്. ഒരു കാലഘട്ടത്തിൽ നക്സലൈറ്റ് ഉണ്ടായിരുന്നു. അതായത് വലിയ വലിയ ജന്മിമാരുടെ തെണ്ടിത്തരങ്ങൾ കാണുമ്പോൾ അതിനെതിരെ ഒരു പേടിയുമില്ലാത്ത കുറച്ച് ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ ലാൻഡ് ലോഡിനെ, അതായത് ജന്മികളെ
കൊന്നുകളയുന്നൊരു സിസ്റ്റം. ആരൊക്കെയാണ് തെറ്റുകാരെങ്കിൽ അവരെ പോലീസിനും കോടതിക്കൊന്നും വിട്ടു കൊടുക്കാതെ അവർ കൊല്ലുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം പണ്ടത്തെ നക്സലൈറ്റ് വേണു, അതുപോലെ തന്നെ അജിത എന്നൊക്കെ നമുക്കറിയാം, അവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരെപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു കഥാപാത്രം അരവിന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് മമ്മൂക്കയുടെ. അത് ലാൻഡ് ലോഡായിട്ടുള്ള കരമന ജനാർദ്ദനൻ നായരാണെന്നാണ് എൻ്റെ ഓർമ്മ. തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അയാളെ വെട്ടിക്കൊന്ന് കത്തിക്കുന്നൊരു സംഭവങ്ങളൊക്കെയുള്ള സംഭവമാണ് അത്. ആ ചെയ്തിട്ടുള്ള അത്രമാത്രം ദുഷ്ടപ്രവർത്തികളാണ് അവർ ചെയ്തത്. പാർവതിയെ ബലാത്സംഗം ചെയ്ത് കത്തിക്കുക എന്താണ് സംഭവമാണ് ചെയ്യുന്നത്. അതിൽ മുകേഷും പാർവതിയും ഉള്ള കഥാപാത്രമാണ് മമ്മൂക്ക. അതുപോലെ തന്നെ സുമലത ഈ കരമന ജനാർദ്ദൻ്റെ മകളാണ്. അത് കഴിഞ്ഞിട്ട് പോലീസ് മമ്മൂക്കേനെ വേട്ടയാടുന്നു, വെടിവെക്കുന്നു, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത് ICUവിൽ വരുന്നു. ICUവിൽ വരുമ്പോൾ ഈ കരമനയുടെ മകളുടെ മുമ്പിലാണ് എത്തുന്നത് സുമലത അഭിനയിക്കുന്ന കഥാപാത്രം. അപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം, അച്ഛനെ കൊന്ന ആളാണ്. പക്ഷേ അവിടെ ആ സമയത്ത് അവർ ഒരു ഡോക്ടറുടെ കർത്തവ്യം എന്ന് പറയുന്നത് രോഗീനെ രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ പോലീസുകാർ മമ്മൂക്കനെ തൂക്കിക്കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവസാനം കൊല്ലുന്ന അവസ്ഥയാണ്, മമ്മൂക്കനെ കൊല്ലുന്നൊരു കഥയാണ്. അത് ഓക്സിജനൊക്കെ വലിച്ചു കളഞ്ഞ് ഇനിയും ഒരു പോലീസിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ സിനിമയുടെ കഥ അതിഗംഭീര സിനിമയാണ്. ഞാൻ പഴയ ഓർമ്മകളിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ കണ്ടിട്ടൊന്നുമല്ല. അതിലെൻ്റെ ഓർമ്മയിൽ മമ്മൂക്കയുടെ അമ്മ റോള് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഫിലോമിന ചേച്ചിയാണ്. അവിടെ ഫിലോമിന ചേച്ചി മമ്മൂക്കയുടെ അടുത്ത് ആസ്പത്രിയിൽ വന്നിട്ട് മടങ്ങുന്ന സമയത്ത് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അയ്യോ അത് സഹിക്കാൻ പറ്റും, നമുക്ക് അത്രയധികം വിഷമം വരും. പിന്നെ ആ കുട്ടീനെ മോളെ വിടുന്ന സമയത്തൊക്കെ പറയുന്ന ഡയലോഗുകൾ അത്ര ഗംഭീര സിനിമയാണ്. പക്ഷേ ആ സിനിമ വിജയിച്ചില്ല. കാരണം എന്താണെങ്കിലും ന്യൂഡൽഹി കഴിഞ്ഞിട്ട് വന്ന സിനിമയാണ് ഇത്. ഇങ്ങനെ കുറേ നമുക്ക് വിഷമിപ്പിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ മമ്മൂക്ക തോറ്റുപോകുന്ന സിനിമകൾ പരാജയമാകുകയുണ്ടായിരുന്നു. എല്ലാ സിനിമകളും മമ്മൂക്ക തോറ്റുപോകുന്ന സിനിമകൾ, അതായത് മമ്മൂക്ക മരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ നല്ല സിനിമയായാൽ പോലും കാര്യമായിട്ട് വിജയിക്കാതെ പോയിട്ടുണ്ട്. അതിലെ ഒരു ഉദാഹരണമാണ് വിചാരണ മമ്മൂക്ക സൂയിസൈഡ് ചെയ്യുന്നത് സംഭവം മാത്രമാണ് അതിൻ്റെ ഡ്രോബാക്ക് അല്ല, ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞത്. അതേപോലെ തന്നെയാണ് ദിനരാത്രങ്ങളിലും മമ്മൂക്ക വേട്ടയാടുകയാണ്. ഫുൾ ടൈം ഈ വേട്ടയാടലും അതെന്നെ കണ്ട് ആളുകൾക്ക് കുറച്ച് ഓവറാവും. അതായത് വീണ്ടും വെടിവെച്ചു, വീണ്ടും ഹോസ്പിറ്റലൈസ്ഡായി, വീണ്ടും രക്ഷപ്പെടാൻ നോക്കുന്നു, വീണ്ടും വെടിവെക്കുന്നു. അങ്ങനെ മമ്മൂക്ക മരണപ്പെടുന്ന ആ സീനുകൾ ആളുകൾക്ക് കാണാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ സിനിമ കാര്യമായി വിജയിക്കാൻ പോയത്. പക്ഷേ എൻ്റെ മനസ്സിലെ മമ്മൂക്ക ചിത്രങ്ങളിൽ ദ ബെസ്റ്റ് വണ്ണാണ് ദിനരാത്രങ്ങൾ. നിങ്ങൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ എന്തായാലും കണ്ടിരിക്കണം. വിചാരണയും അതേപോലെ തന്നെ കാക്കോത്തിക്കാവിലെ പൂപ്പന്താടി, 3 സിനിമ 1988 സിനിമകൾ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമകളാണ്. ഇനി പറയാൻ പോകുന്ന സിനിമകളും അതിഗംഭീര സിനിമകളാണ്. അതുപോലെ അടുത്ത ചിത്രം ലാലേട്ടൻ്റെ ചിത്രമാണ് മൂന്നാം മുറ. അലി ഇമ്രാൻ എന്ന കഥാപാത്രമായിട്ട് ലാലേട്ടൻ അഭിനയിച്ച സിനിമയാണ്. ഈ അലി ഇമ്രാൻ എന്നുള്ള കഥാപാത്രം മുമ്പ് CBI എന്ന സിനിമയിൽ വരേണ്ടതായിരുന്നു. CBIയിലല്ല വന്നത്, മമ്മൂക്കയുടെ പേരായിട്ട് വരേണ്ടപ്പെടായിരുന്നു. ഈ പേരായിരുന്നു SN സ്വാമി. മമ്മൂക്ക പറഞ്ഞു സൈദുരാമയ്യർ എന്നുള്ള പേര് മതി എന്നുള്ള രീതിയിൽ അയ്യർ സ്വാമിയായിട്ടുള്ള കഥാപാത്രമായി. പക്ഷേ മൂന്നാം മുറ എന്ന സിനിമ വന്നപ്പോൾ അതിൽ മെയിൻ കഥാപാത്രമായ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് അലി ഇമ്രാൻ എന്ന പേര് വന്നു. ആ സിനിമ ഈ പറഞ്ഞ പോലെ CBI ഡയറക്ടറും 20-ാം നൂറ്റാണ്ടൊക്കെ വന്നതിന് ശേഷം വന്ന സിനിമയായതുകൊണ്ടും അടിപൊളി പോസ്റ്ററും അടിപൊളി ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അടിപൊളി അതായത് മോഹൻലാൽ, സുരേഷ് ഗോപി, ലാലക്സ്, ബാബു ആന്റണി, രേവതി, അങ്ങനെ കുറേ നടന്മാരും ആക്ഷൻ സിനിമയിൽ ലാലേട്ടാണ് കത്തി നിൽക്കുന്ന സമയം. ആ സിനിമയ്ക്ക് ഗംഭീര റഷായിരുന്നു. തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ എങ്ങനെയാണെങ്കിൽ ഗേറ്റ് കഴിഞ്ഞാൽ ആ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഒരു താഴ്ന്ന രീതിയിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നപ്പോൾ ആളുകൾക്ക് വീണ് അതിന് മൂലകൾ ചവിട്ടി കയറി സീരിയസ് ആയിട്ട് അപകടം പറ്റിലൊക്കെ ഉണ്ട്. മരിച്ചു എന്നൊക്കെ അങ്ങനെ ഒരു ന്യൂസൊക്കെ മരിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. മരിച്ചു എന്നാണ് ഇപ്പോഴും മോഹൻലാൽ ഫാൻസുകാർ പറയുന്നത്. 3 ആൾ മരിച്ചു എന്നൊക്കെയാണ് സിമ്പിളായിട്ട് അവർ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഗംഭീര അപകടം നടന്നിട്ടുണ്ട്, മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒരാൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ വലിയൊരു അപകടം നടന്നിരുന്നു. അതായത് സംഭവം ഇതാണ്, താഴ്ന്ന നിരപ്പിലേക്കായിരുന്നു ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗേറ്റ്. അവിടെ ജോസ് തിയേറ്ററുകാർ പുതിയ ജോസ് തിയേറ്റർ വന്നതിന് ശേഷമായിരുന്നു, അതായത് വർഷങ്ങൾക്ക് ശേഷം അടച്ചിട്ടിട്ട് വീണ്ടും മണിവത്തൂരിൽ ശിവരാത്രികൾ എന്ന് പറഞ്ഞ സിനിമയാണ് വന്നത്. അതിന് ശേഷം വന്ന സിനിമയായിരുന്നു. അനുരാഗിയോ അതൊരു സിനിമ ഒന്നുമുണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന സിനിമയാണ്. അപ്പോൾ ഒരു പ്ലാനില്ലാതെ ഉണ്ടായപ്പോൾ പറ്റിയുള്ളത് അപകടമായിരുന്നത്. പക്ഷേ ആ സിനിമ
ഗംഭീര തുടക്കമൊക്കെ കിട്ടിയെങ്കിലും അതിന് ക്ലൈമാക്സിൽ ചെറിയ അപാകതകളൊക്കെ കാരണം അത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെ പോസ്റ്റർ അടിച്ച് വന്നു. അതായത് എന്തൊരു അപാകത അല്ലേ, ക്ലൈമാക്സിൽ എന്തൊരു അപാകത അല്ലേ, എന്താ പറയുക, ഇതെന്ന് പറഞ്ഞിരുന്നത് സെൻസർ എന്നുള്ള പേരാണ് പറഞ്ഞിരുന്നത്. സെൻസർ എന്നതിൽ യാതൊരു ബന്ധമില്ല. വീണ്ടും റീഷൂട്ട് ചെയ്തിട്ട് അവർ സിനിമ ഇറക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സിനിമ അങ്ങനെ കാര്യമായിട്ടൊന്നും വിജയിച്ചില്ല. എന്നാലും വിജയിച്ച ചിത്രം തന്നെയാണ്. എന്നാൽ വിജയിച്ച രീതിയിലായില്ല എന്ന് മാത്രം. എന്നാലും നല്ലൊരു ആക്ഷൻ സിനിമയായിരുന്നു. ലാലേട്ടൻ്റെ നല്ലൊരു ആക്ഷൻ സിനിമയായിരുന്നു. ബാബു ആൻ്റണിയും എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്ത സിനിമ തന്നെയായിരുന്നു. എന്തായാലും ആ സിനിമയും ഒരു നല്ല സിനിമ തന്നെ.